സ്ത്രീകൾക്ക് മാത്രം അഡ്മിഷൻ നൽകിയിരുന്ന കോഴ്സിൽ ചേർന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആദ്യ വനിത. വിമാനയാത്രകൾ ഇഷ്ടപ്പെട്ട പെൺകുട്ടി. പറയാൻ വിശേഷണങ്ങൾ ഏറെയുണ്ട് കൽപ്പന ചൗളയ്ക്ക്. ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ യാത്രികയും ബഹിരാകാശത്തേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ വംശജയുമായിരുന്നു കൽപ്പന ചൗള. കൽപ്പനയുടെ ജീവിതവും നേട്ടങ്ങളും ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിക്കുന്നതാണ്. രാജ്യത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഈ വനിത ബഹിരാകാശ സഞ്ചാരി ലോകത്തോട് വിടവാങ്ങിയിട്ട് 22 വർഷങ്ങൾ കഴിഞ്ഞു. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗളയുടെ ജനനം. കർണാലിലെ ടാഗോർ ബാൽ നികേതൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം. തുടർ പഠനത്തിനായി അമേരിക്കയിലേക്ക് താമസം മാറി. 1984 ആർലിംഗ്ടണിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhDയും പൂർത്തിയാക്കി. 1988 കൽപ്പനയുടെ പ്രൊഫഷണൽ യാത്ര നാസ അമേസ് റിസർച്ച് സെന്റർ ആരംഭിച്ചു. വിമാനങ്ങൾ, ഗ്ലൈഡറുകൾ എന്നിവയുടെ ഒരു സർട്ടിഫൈഡ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായും പ്രവർത്തിച്ചു. സിംഗിൾ, മൾട്ടി എഞ്ചിൻ വിമാനങ്ങൾ, സീപ്ലെയിനുകൾ, ഗ്ലൈഡറുകൾ എന്നിവയ്ക്കായി വാണിജ്യ പൈലറ്റ് ലൈസൻസുകളും നേടി. 1991 ഏപ്രിലിൽ കൽപ്പന ചൗള നാസ ആസ്ട്രോനട്ട് കോർപ്സിന് അപേക്ഷിക്കുകയും 95 മാർച്ചിൽ ചേരുകയും ചെയ്തു. 2003 ഫെബ്രുവരി 1 കൽപ്പന ചൗള ഉൾപ്പെടെ 7 ബഹിരാകാശ സഞ്ചാരികൾ സഞ്ചരിച്ച കൊളംബിയ സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഭൂമിയിലെത്താൻ വെറും 16 മിനിറ്റുകൾ മാത്രം ശേഷിക്കവെയായിരുന്നു ദുരന്തം സംഭവിച്ചത്. ലോകം മുഴുവൻ ഞെട്ടിയ ഒരു ദുരന്തമായിരുന്നു അത്. ജനുവരി 16 കൽപ്പനയും മറ്റ് 6 സഞ്ചാരികളും ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചത്. STS-107 കൊളംബിയ പേടകത്തിലായിരുന്നു അവരുടെ യാത്ര. മൈക്രോഗ്രാവിറ്റിയെക്കുറിച്ച് പഠിക്കുകയും ബഹിരാകാശ നിലയത്തിനായുള്ള സാധനങ്ങൾ എത്തിക്കുകയുമായിരുന്നു ദൗത്യ ലക്ഷ്യം. 1997 കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തുന്നത്. കൊളംബിയ സ്പേസ് ഷട്ടിലിൽ മിഷൻ സ്പെഷ്യലിസ്റ്റായിരുന്നു കൽപ്പന. ആദ്യ യാത്രയിലെ മികവാണ് കൽപ്പനയ്ക്ക് രണ്ടാമത് ബഹിരാകാശത്തേക്ക് യാത്ര പോകാൻ അവസരം നൽകിയത്. നിർഭാഗ്യവശാൽ ആ യാത്ര കൽപ്പനയുടെ ജീവിതത്തിലെ അവസാന യാത്രയായി മാറി. ആകാശത്ത് ഉയരങ്ങൾ കീഴടക്കാൻ പ്രയത്നിച്ച കൽപ്പന ചൗള സ്വപ്നങ്ങൾ ബാക്കിയാക്കി മടങ്ങുകയായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.